കാലിൻ്റെ മുട്ടിൻ്റെ വേദനയായിട്ട് പോയതാ. ബൈക്ക് ഓടിച്ച് അച്ഛനും ഞാനും. എന്നിട്ട് അവിടെ അഡ്മിറ്റാക്കി. കൈ ആകെ വീർത്ത് ആകെ നീരായി, എല്ലായിടത്തും നല്ല വണ്ണായി. ഒരു ദിവസം ഒരു ICU കൊണ്ടുപോയിട്ട് എൻ്റെ 2 കണ്ണും കുത്തിയെടുക്കണ്ട എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. പിന്നെ വീണ്ടും അവർ മിഴി 2 തുന്നി കൂട്ടണമെന്ന് പറഞ്ഞു. മിഴി 2 തുന്നി കൂട്ടി കുറച്ച് ദിവസം കിടന്നിട്ട് പിന്നെയാണ് അവരെന്റെ കണ്ണു കുത്തി കളഞ്ഞത്. നമസ്കാരം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ ഇരയാണ് സനൂപ്. സനൂപിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. സനൂപിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സനൂപിനെ കുറിച്ചുള്ള ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നേരിട്ട് കാണണം, കാര്യങ്ങൾ അന്വേഷിക്കണം, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരം അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. എന്തായാലും സനൂപ് ഇപ്പോൾ കൂടെയുണ്ട്. 2023 സനൂപ് ഇത്തരമൊരു അവസ്ഥയിലെത്തിയത്. നേരത്തെ ഈ കെട്ടിട നിർമ്മാണ മേഖലയിലൊക്കെ തൊഴിലെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും എന്താണ് സനൂപിന് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം സനൂപ് തന്നെ നമ്മളോട് പറയും. എന്താണ് സനൂപ് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? എന്നാണ് 2023 ജൂലൈ 5-ാം തീയതി കാലിൻ്റെ മുട്ടിൻ്റെ വേദനയായിട്ട് പോയതാ. ബൈക്ക് ഓടിച്ച് അച്ഛനും ഞാനും. എന്നിട്ട് അവിടെ അഡ്മിറ്റാക്കിയിട്ട് ട്രിപ്പ് ഇട്ടിട്ട് ബെഡ് ഉണ്ടായില്ല, താഴത്ത് കിടക്കണ്ടായിരുന്ന. സൂചി ഞരമ്പീന്ന് പതുക്കാനും ഊരി വരാൻ തുടങ്ങിയപ്പോ സിസ്റ്റർമാരുടെ അടുത്ത് പറഞ്ഞു, ഊരാൻ പറഞ്ഞു. ചെറിയ കടത്തലുണ്ടായിരുന്നു. ഊരാൻ പറഞ്ഞപ്പോ അവര് 2-3 വട്ടം പറഞ്ഞിട്ട് ഊരിയില്ല. പിന്നെ അത് തന്നെ ഊരിപ്പോയി. പിന്നെ ഇവിടെ ഒരു കറുത്ത ഒരു പാടായിട്ട് പിന്നെ ബെഡ് കിട്ടി. അപ്പോ ആ സൂചി ഊരിന് ഇപ്പുറത്ത് ട്രിപ്പ് ഇട്ടു. പിന്നെ ഇത് കൈ ആകെ വീർത്ത് ആകെ നീരായി, എല്ലായിടത്തും നല്ല വണ്ണായി. പിന്നെ ദിവടം തുറന്നു. പിന്നെ എന്റെ ബോധം ഇല്ലാണ്ടായി. പിന്നെ കുറെ ICUല് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ബോധം വരും, ചിലപ്പോ അപ്പനെ പോവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഒരു ICUല് കൊണ്ടുപോയിട്ട് എന്റെ 2 കണ്ണും കുത്തിയെടുക്കണ്ട എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. യഥാർത്ഥത്തിൽ ICUല് എത്ര ദിവസം കിടന്നു? ICUല് 21 ദിവസത്തിന്റെ അടുത്ത് കിടന്നു. 21 ദിവസം. പിന്നെ വീണ്ടും അവർ മിഴി 2 തുന്നി കൂട്ടണമെന്ന് പറഞ്ഞു. മിഴി 2 തുന്നി കൂട്ടി കുറച്ച് ദിവസം കിടന്നിട്ട് പിന്നെയാണ് അവരെന്റെ കണ്ണു കുത്തി കളഞ്ഞത്. അപ്പൊ ഡോക്ടർമാര് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല? ഡോക്ടർമാരെ കാണാണ്ടായില്ല നമ്മ പറയുന്നത്. നേരത്തെ ഓർമ്മയുള്ള സമയത്ത് വന്നത് മറ്റേ PG വിദ്യാർത്ഥികൾ വന്ന. അവര് വന്നിട്ട് 3-4 ദിവസം വന്നിട്ട് ഒരേന്ന് ചോദിച്ചു, ഒരേന്ന് എഴുതി കൊണ്ടുപോകും. മെയിൻ ഡോക്ടറെ നീ കണ്ടത് തന്നെ ആയിട്ട് ഓർമ്മയില്ല. പിന്നെ എന്റെ കണ്ണു പോയപ്പോഴും മെയിൻ ഡോക്ടർമാര് വന്നു തുടങ്ങി. പിന്നെ അവര് പറഞ്ഞു കാലിന് മുട്ട് പതുക്കാനെ ശരിയാവുമെന്ന് പറഞ്ഞു. എന്താണ് കാലിന്റെ മുട്ടിന് എന്തായിരുന്നു അസുഖം? ടൈല് പണി ആയതുകൊണ്ട് മുട്ട് കുത്തിയിട്ടാണ് ഈ പണി. അപ്പൊ കാലിന്റെ മുട്ടിന് വേന. പിന്നെ തള്ളുമ്പോഴേക്കും ഈ കാല് ടൈലുമ ചവിട്ടാൻ പറ്റില്ല. അത് ഇങ്ങനെ വെച്ച് ഇതാക്കണം. ടൈലുമ ചവിട്ടി ടൈല് പൊട്ടും. അങ്ങനെ വെക്കുമ്പോ ഈ കാലിന്റെ മുട്ടിന് മാത്രം വേന ഉണ്ടായിരുന്നെ. ഈ കാൽമുട്ടിന് സുഖമില്ലാതെ ആശുപത്രി പോയിട്ടത് കണ്ണിലേക്ക് വരാനുള്ള ഉണ്ടായ ഒരു സാഹചര്യം അതിനെ കുറിച്ച് ഒന്നും ഒരു പിടുത്തില്ല. ഈ ഇതുമെന്ന് ഇൻഫെക്ഷനൊക്കെ കയറിയെന്നാ പറഞ്ഞ ഈ കയ്യിന്റെ ഇതുമെന്ന്. പക്ഷെ ഈ ട്രിപ്പ് ഇട്ടുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഈ കയ്യും. ഇപ്പൊ വളയൊന്നുമില്ല ഈ കൈ. ഇവിടെ ഭയങ്കര വേന. ഇത് വളയില്ല. ബലല്ല ഭാരം എടുക്കാൻ പറ്റില്ല. ഭാരൊക്കെ എടുക്കണ്ടായത് അടിപൊളിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പൊ ഡോക്ടറെ കാണാൻ പോവാറുണ്ടോ? ഡോക്ടറെ കാണാൻ പോവാറില്ല. മെഡിക്കൽ കോളേജിലൊന്നും പോവാറില്ല? പേടിയെനിക്ക്. പിന്നീട് പോയിട്ടില്ല? അയ്യോ പിന്നീട് ഞാൻ ഒട്ടോ സ്ഥലം പോയിട്ടില്ലേ. ആശുപത്രിയിലേ പോവാറില്ല? അതായത് ആശുപത്രിയിൽ പോലും പോകാൻ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സനൂപ് ഇപ്പോൾ എത്തി. സനൂപിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയിൽ കിടന്ന് ആ ചെന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രമേ സനൂപിന് ഓർമ്മയുള്ളൂ. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ സനൂപിന്റെ അമ്മ തന്നെ പറയണം. എന്തായാലും ഇവിടെ ടൈൽസിന്റെ വർക്കിന് പോയിരുന്ന ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സനൂപ്. സനൂപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യത്തിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി പോവുകയാണ്. ഒരു ചെറുപ്പക്കാരനാണ്. എത്ര വയസ്സുണ്ട് സനൂപിന്? 37 വയസ്സ്. 38 സനൂപിന്റെ കുടുംബം, വൈഫ് നേരത്തെ മരിച്ചു. എന്ത് സംഭവിച്ചാണ്? വൈഫ് കൊറോണ ടൈമിൽ മരിച്ചു. വിവാഹം കഴിഞ്ഞ ഏത് വർഷത്തിലെ വിവാഹം കഴിഞ്ഞത്? വിവാഹം കഴിഞ്ഞിട്ട് 2018 വിവാഹം കഴിഞ്ഞു. വൈഫ് മരിച്ചത് ഏത് വർഷത്തിലായിരുന്നു?
വൈഫ് മരിച്ച 2020 2020 ഒരു കുട്ടിയുണ്ട്, ഒരു കൊച്ചുണ്ട്. മോനാണോ മോളാണോ? മോൻ. മോന് 7 വയസ്സ്. 7 വയസ്സ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതായത് വല്ലാത്തൊരു ദുരന്തം എന്ന് തന്നെ ഈ കുടുംബത്തിന് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. 2018 സനൂപിന്റെ വിവാഹം കഴിഞ്ഞു. 2020 ഭാര്യ മരിച്ചു. ഇപ്പൊ ഒരു ചെറിയ കൊച്ചുണ്ട്. പിന്നെ സനൂപിനുള്ളത് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രം ഈ വീട്ടില്. വല്ലാത്തൊരവസ്ഥയിലാണ്. എന്തായാലും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വല്ല സപ്പോർട്ടോ അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് വല്ല പരാതി കൊടുക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പരാതി പോലീസുകാർക്ക് കൊടുത്തു. പരാതി കൊടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അമ്മ പണിക്ക് ജോലിക്ക് പോണ വീട്ടിലത്തെ ചേച്ചി ഇങ്ങനെ ചോദിച്ചപ്പോ അവിടുത്തെ ചേട്ടൻ പേപ്പറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ചേട്ടൻ പേപ്പറിൽ മനോരമയില് കൊടുത്തപ്പോ പിന്നെ ന്യൂസുകാരിക്കും വന്ന കൃഷ്ണറ്റുകാരൊക്കെ അത് കണ്ടിട്ടാണ് ന്യൂസുകാർ വന്നത്. അതായത് 2023 സംഭവിച്ചിട്ട് 2026 ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു നടപടി ഉണ്ടാവുന്നത്. അത് വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഞാൻ സനൂപിനായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പുതുക്കാട് പോലീസും ഒക്കെ വന്നത്. ഇപ്പോൾ ഇവർ വന്നത് ഈ വാർത്തയിൽ നിന്ന് ഇവരറിഞ്ഞിട്ടാ. അതേസമയം ഇവര് നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന പരാതിക്ക് ഒരു കീറക്കടലാസിന്റെ പോലും വിലയില്ല എന്നുള്ളതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. വാർത്തകൾ വന്നപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ വാർത്ത കൊടുത്തിരുന്നു, അതുപോലെ മനോരമ പത്രത്തിലാണ്. മലയാള മനോരമയിൽ വന്നു, പിന്നെ ഏഷ്യാനെറ്റുകാർ വന്നു, മനോരമ ന്യൂസ് വന്നു, റിപ്പോർട്ടർ ചാനൽ വന്നു, TCV അല്ല CET അങ്ങനത്തെ ലോക്കൽ ചാനൽ. അങ്ങനെ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അന്വേഷണം അതുപോലെ തന്നെ നടപടികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് ഇവരെ പല ആളുകളും ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ചില സഹായങ്ങളൊക്കെ ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് സഹായമാണ് ലഭിച്ചിരിക്കുന്നത്, എന്താണ് ഫണ്ട് വന്നിട്ടുണ്ടോ, ഇതൊന്നും അറിയാനോ അല്ലെങ്കിൽ അത് നോക്കാനോ സനൂപിന് കാഴ്ചയില്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയും പ്രായമുള്ള ആളുകളാണ്, അവർക്കിത് മനസ്സിലാക്കാനും കഴിയുന്നില്ല. അത്രമാത്രം വല്ലാത്തൊരവസ്ഥയിലാണ്. എന്തായാലും ഈ ഒരു കുടുംബത്തെ സഹായിക്കണം എന്ന് തന്നെയാണ് എനിക്കും ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. സനൂപിന്റെ ഗൂഗിൾ പേയിലൊക്കെ ചില ആളുകൾ ചില സഹായങ്ങൾ അയക്കുന്നുണ്ട്. അതിപ്പോൾ അയക്കുന്ന ആളുകൾക്ക് ആ പൈസ ഇങ്ങോട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ബാങ്കിൽ എന്തായാലും അവർ പോയി സംസാരിച്ചു. 24 മണിക്കൂറിന് ശേഷം പൈസ അയച്ചാൽ അത് അക്കൗണ്ടിലേക്ക് വന്നോളും, അതുവരെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ബാങ്കിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിയാവുന്ന ആളുകൾ സഹായിക്കണം എന്ന് മാത്രം തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വിഷയങ്ങൾ, അതായത് ഈ സംഭവം സനൂപിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയ സമയത്തിന് ശേഷം സനൂപിന് ഓർമ്മയില്ലാത്ത ഈ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സനൂപിന്റെ അമ്മ തന്നെ നമ്മളോട് സംസാരിക്കും. സനൂപിന് ഈ ആശുപത്രിയിൽ ചെന്ന സമയത്ത് കൊടുത്ത ട്രീറ്റ്മെന്റും അതുപോലെ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നീട് ഉള്ള കാര്യത്തിലൊന്നും സനൂപിന് ഒരു ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ എന്താണ് സനൂപിനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം 21 ദിവസം ICUയിൽ കിടന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? അപ്പൊ അന്ന് ശനിയാഴ്ച 10-ാം തീയതി ശനിയാഴ്ച തൊട്ടുള്ള കാര്യം എനിക്കറിയുള്ളൂ. അത് ഞാൻ പറയാം. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നെ കണ്ടപ്പോ അച്ഛൻ ഇങ്ങോട്ട് പോന്നു. എനിക്ക് അറിയില്ലായിരുന്നു എന്റെ മോൻ ഇത്ര സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് കുറച്ച് ഇപ്പൊ ബാത്റൂമിൽ പോണം അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ സ്റ്റെക്കർ കൊടുന്ന ബാത്റൂമിൽ ഇരിക്കും അമ്മ, ലൈറ്റ് ഇട്. അപ്പൊ കണ്ണ് കാണാനില്ല എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അടുത്ത പിള്ളേരോട് പറഞ്ഞു ഒന്ന് സഹായിക്കും മോനെ എന്നെ. എന്നിട്ട് പോയി ഇറങ്ങിയപ്പോഴും ഇന്നെ കണ്ണ് കാണുന്നില്ല എന്നുണ്ട്. അപ്പൊ എന്റെ മോനെ നീ എന്താ അമ്മ ലൈറ്റ് ഇട് എന്ന് പറയാം. അപ്പൊ എനിക്ക് എന്താണാവോ അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സന്ധ്യയോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡോക്ടർ വന്നു. ഡോക്ടർ ചോദിച്ചു അമ്മച്ചി തന്നെയുള്ളോ മകന്റെ അടുത്ത്? അമ്മച്ചി തന്നെയുള്ളോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സനൂപിന്റെ അവസ്ഥ മോശമാണ് അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ എന്റെ മോനെ എന്താ സംഭവിച്ചേ? അപ്പൊ എന്താന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നീര് വന്നോർത്ത് അങ്ങനെ ചിറ്റി കെട്ടി മരുന്നൊക്കെ കെട്ടി. അപ്പളേ എന്റെ മോൻ ഛർദിച്ചു, നൊര വന്നു വായിന്ന്. അങ്ങനെ രാത്രി അങ്ങനെ കഴിഞ്ഞു. രാത്രി മൊത്തം എന്നെ ഉറക്കിയിട്ടില്ല എന്റെ മോൻ. ഛർദിയും അങ്ങനെ ബാത്റൂമിൽ പോലും അതൊക്കെ. ഞാൻ പിറ്റേ ദിവസം രാവിലെ മണിയേട്ടനോട് വേഗം വരാൻ പറഞ്ഞ സനൂപിന്റെ അച്ഛനോട്. സനൂപിന്റെ അച്ഛൻ വേഗം വന്നു. പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഡോക്ടർമാര് വന്നു. അപ്പൊ സനൂപിന്റെ അച്ഛനാണ്. അപ്പൊ ഞാൻ അപ്പിട്ടതൊക്കെ ഒന്ന് കഴുകിയിടാൻ പോയി ബാത്റൂമിലേക്ക്. അപ്പൊ സനൂപിന്റെ അച്ഛൻ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ദേ ഡോക്ടർമാര് വന്നിട്ട് നിന്നെ വിളിക്കണ്ടെന്ന്. ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി പോകുമ്പോഴേക്കും അവിടെ തന്നെ ICU ഉണ്ട്. അതിൽ കൊണ്ടുപോയി മാറ്റി കഴിഞ്ഞപ്പോ ഞാൻ എന്താ ചോദിച്ചു. ഒന്നുമല്ല സനൂപിന്റെ നിലത്തിരി അവസ്ഥ മോശ. അപ്പൊ എന്താ സാറേ ഒന്നും വിഷമിക്കാനില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു തലയ്ക്ക് ഒരു സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ ഇളകുക.
സ്കാൻ ചെയ്തു, വേഗം പോയി സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ICUയിൽ കയറ്റി. 21 22 ദിവസം എൻ്റെ മോൻ പിന്നെ ICUയിലായിരുന്നു. പിന്നെ എന്തുകൂടെ സംഭവിക്കണേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അരമണിക്കൂർ കാണിക്കുമ്പോൾ ഈ വായെ കൂടി മൂക്കി കൂടി കണ്ണിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ചോര വരിക, ചുണ്ടൊക്കെ ആകെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ. അതുപോലെ എൻ്റെ മോനെ ആയിരിക്കുന്നുണ്ടായിരുന്നത്. അതേ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. ഇപ്പൊ എൻ്റെ മോൻ 3 വർഷമായിട്ട് ഇരുട്ടത്താ. ഈ ഇരുട്ടിൽ നിന്നിട്ട് എല്ലാവരും കൂടി സഹകരിച്ച് എൻ്റെ മോനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ ചെറിയ കുട്ടീനെ ഞാനിനി എന്ത് ചെയ്യും? വയസ്സ് 64ആയി. ഇനി ഞാനും അച്ഛനും എത്ര കാലം ഉണ്ടാവും? ഈ 2 കൊച്ചുമക്കളെ ഞാനിനി എന്ത് ചെയ്യും? അതാണ് ഇനി എൻ്റെ പ്രശ്നം. എൻ്റെ വിധി ഈ കുടുംബത്തിൽ വെച്ച് ഇത് ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് സാറേ. എന്താ ഈ കാലില് സുഖമില്ലാതായിട്ട് കണ്ണെടുത്ത് കളയേണ്ട? അറിയില്ല സാറേ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ അടുത്ത്. പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഈ കണ്ണെടുത്ത് കളഞ്ഞിട്ടും അവർ പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. പിന്നെ ആശുപത്രിയിൽ നിന്ന് എങ്ങനെ പോരുന്നത്? ആശുപത്രിയിൽ നിന്ന് അവര് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ചോദിച്ചിട്ട് ഡിസ്ചാർജ് ചെയ്തേന്ന് ഇപ്പൊ എഴുതി വെച്ചേക്കണോ അതില്? ഇപ്പഴെല്ലാം തന്നെ ഇത് നമുക്ക് വായിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ ജില്ലയിലേക്ക് വിട്ടപ്പോ ചോദിച്ചു, അമ്മ എന്തിനാ ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോണേ? അപ്പൊ ഞങ്ങളെ വിട്ടതാന്ന് പറഞ്ഞു. അല്ലല്ല, അമ്മ ചോദിച്ചിട്ടാണ് ഇതേല് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എനിക്ക് അറിയില്ല സാർ, എനിക്ക് വായിക്കാനും എഴുതാനും എനിക്കൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഇതിങ്ങനെ വായിക്കാൻ വല്ലവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ബോധമില്ല. എന്നിട്ട് ജില്ലയിൽ കൊണ്ടപ്പോ ജില്ലക്കാരും പറയാ ഇവിടെ സ്ഥാനമില്ലാന്ന്. ഞാൻ പറഞ്ഞു ഈ കുട്ടീനെ ഞാൻ ഇനി എങ്ങടാ കൊണ്ടുപോവുക? സ്ഥാനമില്ല എന്ന് പറഞ്ഞാ. എന്നിട്ട് ഒരു ആംബുലൻസ് ഞാൻ ചോദിച്ചു, പൈസ ഉണ്ടായിരുന്നില്ല സാറേ. എന്നിട്ട് വിട്ടു തന്നില്ല എനിക്ക്. ഈ മരിച്ച കുട്ടീനെ കൊണ്ടുവരാൻ ഞാൻ പാടുപെട്ടു. കുറെ അടുത്തുള്ള ബെഡിലെ ആൾക്കാർ എന്നെ സഹായിച്ചു പിടിച്ചു കയറ്റാൻ. പൈസ ഉണ്ടായിരുന്നില്ല സാർ എൻ്റെ കയ്യിൽ. ഈ ഡോക്ടർക്ക് പൈസ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? ജില്ലയിൽ വന്നപ്പോഴാ കൊടുത്തത്. 1500 രൂപ. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കാണ് കൊടുത്തത്? അത് ശരി. അവിടുത്തെ ഇവിടുത്തെ ഡോക്ടർക്കല്ല കൊടുത്തത്, ജില്ലയിലത്തെ ഡോക്ടർക്ക് 1500 രൂപ കൊടുത്ത് നോക്കാണ്ടായി ഇപ്പോ. അവിടെ ഏത് ഡോക്ടറായിരുന്നു? അവിടെ പ്രവീൺ ഡോക്ടർ. എവിടെ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാരൊന്നും എനിക്ക് അറിയില്ല. ചെറിയ പിള്ളേര് വരും പോവും. ജില്ലാ ആശുപത്രിയിൽ നോക്കിയത് ഡോക്ടറായിരുന്നു? പ്രവീൺ സാറ്. ഉയരം കുറഞ്ഞിട്ട് ഇരുനിറം. ആദ്യം ചെന്നപ്പോ നോക്കിയില്ല? ഇല്ല. ആദ്യം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടത് ഒരു സുരേഷ് ഡോക്ടറാന്ന് തോന്നുന്നു, രാജേഷാന്ന് തോന്നുന്നു. ചാലക്കുടിയിലാണ് ആ സാറിന്റെ വീട്. അപ്പൊ ആ സാർ ഇങ്ങനെ കൈ കെട്ടി വന്ന് പറഞ്ഞു, ഇതെന്താ ഇവിടെ നിന്ന് അങ്ങോട്ടാണല്ലോ വിടാറ്, എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടേ? ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് പോയി. പിന്നെ ആ സാറ് പോയി പിന്നെ വന്നില്ല. പിന്നെ പിറ്റേ ദിവസം പ്രവീൺ സാർ വന്നു. അങ്ങനെ ആദ്യം നോക്കാൻ തയ്യാറായില്ല? ഇല്ല. പൈസ കൊടുത്ത് വന്ന് ഇങ്ങനെ നോക്കി പോവും. മരുന്നാ വല്ലതൊക്കെ ചെയ്യണ്ട എൻ്റെ മോനെ, അതൊന്നും ചെയ്യണ്ടായിരുന്നില്ല. വീട്ടിൽ പോയിട്ട് പൈസ കൊടുത്തു? വീട്ടിൽ പോയിട്ടല്ല, ആ സാറ് വേറൊരു ക്ലിനിക്കിൽ ഇരിക്കണ്ടായിരുന്നു. അവിടെ പോയിട്ട് 1500 രൂപ കൊടുത്തു. 500 ഉണ്ടായിരുന്നു സാറേ. ഒരു സാധനം വാങ്ങിച്ച് കഴിക്കും കൂടി ഇല്ല. പേടിച്ച് പൈസ വേണ്ട ഓരോരുത്തരും ഇങ്ങനെ 50 100 തരൂല. അങ്ങനെ എടുത്ത് 1500 രൂപ ഉണ്ടായിരുന്നു സാറേ. അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ഡിസ്ചാർജ് ചെയ്തപ്പോ ഇങ്ങോട്ട് വരാൻ പൈസ വേണ്ടേ സാറേ? പൈസ ഉണ്ടായിരുന്നില്ലേ. എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്കാണല്ലോ ഞാൻ വരണത്. അപ്പൊ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ച് മേടിക്കാം, ഞാൻ ആംബുലൻസ് ഒന്ന് വിട്ടു തരും. ചിലപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അവിടുത്തെ മേഡം. എത്ര ദിവസം ജില്ലാ ആശുപത്രിയിൽ കിടന്നു? 12 ദിവസം. 12 ദിവസം ജില്ലാ ആശുപത്രിയിൽ കിടന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് ഉണ്ടായി. എന്നിട്ട് അവര് ജില്ലയിലേക്ക് വിട്ടു. അവിടെ വന്ന് നോക്കുമ്പോ അവര് നോക്കാൻ പോലും തയ്യാറല്ല. കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. എന്തായാലും ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് നേരത്തെ സനൂപ് സംസാരിച്ചല്ലോ. 2 ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടായത്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി, അതായത് മെഡിക്കൽ കോളേജ്, പിന്നെ ജില്ലാ ആശുപത്രി. ഈ 2 ആശുപത്രികളിൽ നിന്നും അവർക്ക് നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. 2023 സംഭവിച്ച ഒരു വിഷയമാണ്. 2023 സംഭവിച്ച് ഇപ്പൊ 2026 26 ശേഷം ഇവിടെ മാധ്യമങ്ങളിൽ ഈ വിഷയം വാർത്തയാക്കിയതിനു ശേഷമാണ് ഒരു നടപടി ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പുതുക്കാട് പോലീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് പോലീസ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ പാവങ്ങളാണ്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇവർ ഒരു കാലത്തും പോയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് നീതി ലഭിച്ചില്ല. ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ വല്ലാത്തൊരു ദുരിതമാണ്. ചെറിയൊരു കുട്ടിയുണ്ട്, ഭാര്യ മരിച്ചു. എന്തായാലും ഈ കുടുംബത്തെ കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കുക. അതുപോലെ തന്നെ നിയമപരമായി ഇവർക്ക് നീതി ലഭിക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും പിന്തുണകളും എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.